ഖുർആൻ ക്രോഡീകരിക്കപ്പെട്ടതും അതിനുശേഷമായിരിക്കാം എന്നൊരു വാദം. അതായത് മൊത്തത്തിൽ അവർ പറഞ്ഞു വരുന്നത് ഇന്ന് നിലനിൽക്കുന്ന ഖുർആനും നബിചരിത്രവും യാഥാർത്ഥ്യമായി കൊള്ളണമെന്നില്ല. ഈ പറഞ്ഞു കേട്ട് വരുമ്പോൾ ഹൃദ്യസ്ഥമായ കാര്യങ്ങളിൽ മനുഷ്യസഹജമായ മാറ്റങ്ങൾക്കത് വിധേയമാകാം എന്ന് പറയപ്പെടുന്നുണ്ട്. മാഷിന് അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? തീർച്ചയായും ആ പറഞ്ഞതിൽ വസ്തുതയുണ്ട്. കാരണം ഹദീസുകളുടെ ചരിത്രം തന്നെ നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാവും. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാമാണികം എന്ന് പറയപ്പെടുന്ന ബുഖാരി, മുസ്ലിം തുടങ്ങിയിട്ടുള്ള ഹദീസ് ഗ്രന്ഥങ്ങൾ എഴുതപ്പെട്ടപ്പോഴാണ് അത് നബിയുടെ മരണശേഷം 1-2 നൂറ്റാണ്ടുകൾ തന്നെ കഴിഞ്ഞിട്ടാണ് ഇത് രേഖപ്പെടുത്തപ്പെടുന്നത് എന്നാണ്. അത് ഇസ്ലാം ഏകദേശം നമ്മുടെ ഏഷ്യയിലും റഷ്യയിലും അടക്കമുള്ള പ്രദേശങ്ങളിലൊക്കെ വ്യാപിച്ച്, യൂറോപ്പിലടക്കം വ്യാപിച്ചതിന് ശേഷമാണ് ഹദീസുകൾ ക്രോഡീകരിക്കപ്പെടുന്നത്. ഒരു റഷ്യക്കാരനായിരുന്നു ബുഖാരി എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ അത്രയും കാലത്തിന് ശേഷം എത്രയോ തലമുറകൾ അതിനിടക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. പ്രവാചകന്റെ ജീവിതകാലം കഴിഞ്ഞ എത്രയോ തലമുറകൾ കടന്നു പോയതിന് ശേഷമാണ് പ്രവാചകന്റെ ജീവിതത്തിലും അദ്ദേഹത്തിന്റെ ദൈനംദിന ജീവിതത്തിലും നടന്നിട്ടുള്ള സകല സംഭവങ്ങളും രേഖപ്പെടുത്തി ക്രോഡീകരിച്ച് ഹദീസ് ഗ്രന്ഥങ്ങൾ രൂപീകരിക്കുന്നത്. എന്താണ് ഇയാൾ പറയാൻ ശ്രമിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിൻ്റെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഹദീസ് ഗ്രന്ഥങ്ങൾ വിരചിതമാകാൻ തുടങ്ങുന്നത്. ഇമാം ബുഖാരി എന്ന് പറയുന്ന റഷ്യക്കാരനാണ് ഹദീസ് ഉണ്ടാക്കിയത്. ഇമാം ബുഖാരിയുടെ കാലഘട്ടത്തിൽ സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന രാജ്യമുണ്ടോ എന്നതുപോലും ചിന്തിക്കാതെയാണ് ഇയാൾ ഇത് പറയുന്നത്. അഥവാ മഹാന ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ജനിക്കുമ്പോൾ ബുഖാറ ഒരു ഇസ്ലാമിക രാജ്യമാണ്. ഹിജ്റ 60-ാമത്തെ വർഷം മുസ്ലിം അവിടെ എത്തുകയും അവിടെ ഇസ്ലാമിക രാജ്യമായി തീരുകയും ചെയ്തിട്ടുണ്ട്. അത് വേറെ വിഷയമാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ഒരുപാട് കാലം കഴിഞ്ഞുണ്ടായി എന്നുള്ളതാണ് വിമർശനം. ഈ വിമർശനം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, കാലങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പച്ചയായ കളവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ കൃത്യമായി അതിൻ്റെ ആധികാരികമായ ചരിത്രം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ആ വാക്ക് എപ്പോഴാണോ പ്രവാചകൻ്റെ നാവിൽ നിന്ന് ഉതിർന്നു വീഴുന്നത്, ആ നിമിഷം മുതൽക്കു തന്നെ പ്രവാചകൻ്റെ ഹദീസുകൾ സംരക്ഷിക്കപ്പെട്ടു വന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൻ്റെ പ്രമാണങ്ങളാണ് ഖുർആനും സുന്നത്തും. ആ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും സംരക്ഷണം അത് അള്ളാഹു തന്നെ ഏറ്റെടുത്തതാണ്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഹദീസുകൾ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വിശുദ്ധ ഖുർആൻ സംരക്ഷിക്കപ്പെട്ട അതേ കരങ്ങളിലൂടെ, അതേ മാർഗങ്ങളിലൂടെ തന്നെ ഹദീസുകളും സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. 3 രീതിയിലാണ് വിശുദ്ധ ഖുർആന്റെ സംരക്ഷണമെങ്കിൽ ഹദീസിൻ്റെയും സംരക്ഷണം അങ്ങനെ തന്നെയാണ്. ഇവിടെയുള്ള ഈ നാസ്തികൻ പറഞ്ഞത് എന്താണ്? പ്രവാചകന്റെ കാലശേഷം ഒരുപാട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ് ഹദീസുകൾ എഴുതപ്പെട്ടത് എന്നത് ശുദ്ധമായ കളവാണ്. ആരെങ്കിലും അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണ പിന്നെ തീർച്ചയായിക്കൊണ്ടും ഒഴിവാക്കേണ്ടതാണ്. 2 നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടല്ല ഹദീസുകൾ ക്രോഡീകരിച്ചിട്ടുള്ളത്. പ്രവാചകൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെയും പ്രവാചകന്റെ ഹദീസുകൾ എഴുതിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതി കൊടുത്തിട്ടുണ്ട്. ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്തിന്റെ കണക്കുകൾ എഴുതി കൊടുത്തിട്ടുണ്ട് സഹാബത്തിന്. അബൂബക്കർ റളിയല്ലാഹു അൻഹു, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന് സക്കാത്തിന്റെ കണക്കുകൾ, മൃഗങ്ങളുടെയും അതുപോലെ തന്നെ മറ്റുള്ള സ്വർണത്തിന്റെയും ഒക്കെ കണക്കുകൾ, സക്കാത്തിന്റെ കണക്കുകൾ എഴുതി കൊടുത്തതായിക്കൊണ്ട് ഇമാം അഹ്മദിന്റെ ഹദീസിൽ കാണാം. മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് സ്വഹീഫത്തു അലി എന്ന് പറയുന്ന ഹദീസിന്റെ ഗ്രന്ഥമുണ്ടായിരുന്നു. അത് നൂറ്റാണ്ടുകൾക്ക് ശേഷമല്ല, പ്രവാചകൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മഹാനായ അലി ഇബ്നു അബി ത്വാലിബിന് ഗ്രന്ഥമുണ്ട്. അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു ഹദീസിന്റെ ഗ്രന്ഥമുണ്ട്. അസ്സഹീഫത്തു സാദിഖ എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഹാദിഹി സാദിഖ ഫീഹാ മാ സമിഅതുഹു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലൈസ ബൈനി വബൈനഹു അഹദുൻ. എൻ്റെയും പ്രവാചകന്റെയും ഇടയിൽ വേറെ ഒരാളില്ലാതെ പ്രവാചകന്റെ തിരുനാവിൽ നിന്ന് നേർക്ക് നേരെ കിട്ടിയ
ഹദീസുകളാണ് ഞാൻ ഇതിൽ എഴുതി വെച്ചിട്ടുള്ളത്. 1000-ഓളം ഹദീസുകൾ റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം എഴുതി സൂക്ഷിച്ചിട്ടുണ്ട്. അബ്ദുല്ലാഹിബിൻ അബി ഔഫ അദ്ദേഹം ഹദീസ് എഴുതി വെച്ചിട്ടുണ്ട്. അബൂ റാഫി റസൂലുള്ളാഹിന്റെ മൗലയായ അബൂ റാഫി റളിയല്ലാഹു അൻഹു എഴുതി വെച്ചിട്ടുണ്ട്. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു എഴുതി വെച്ചിട്ടുണ്ട്. മുഹമ്മദ് ബിൻ മസ്ലം എഴുതിയിട്ടുണ്ട്. സമറത്ത് ബിൻ ജുന്ദും, ഉർവത്ത് ബിൻ സുബൈർ, ഹമ്മാം ബിൻ മുനബ്ബിഹ് എന്നിങ്ങനെ പറയുന്ന സഹാബത്തിൽ അടക്കമുള്ള താബീങ്ങൾ അടക്കമുള്ള ആളുകൾ ഹദീസുകൾ എഴുതി സൂക്ഷിച്ചിട്ടുണ്ട്. പിന്നെയും വിമർശകന്മാർ ഇല്ല, റസൂലുള്ളാഹിന്റെ നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഹദീസുകൾ വന്നത്. ഇത് തനിച്ച തട്ടിപ്പും അതുപോലെ തന്നെ ശുദ്ധമായ കളവുകളുമാണ്. ഇയാൾ ഈ പറഞ്ഞ അല്ലെങ്കിൽ വിമർശകന്മാർ പറയുന്ന ഇവർ സാധാരണ പറഞ്ഞാൽ ഈ ബുഖാറിയിൽ നിന്ന് വന്നിട്ടാണ് ഹദീസ് ക്രോഡീകരിച്ചതെന്ന്, അത് ശുദ്ധമായ കളവാണ്. ഒന്നുകിൽ ഇസ്ലാമിക പ്രമാണങ്ങളെക്കുറിച്ചുള്ള ശുദ്ധമായ അജ്ഞത, അതല്ലെങ്കിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് ഇസ്ലാമിനെ ആളുകളിൽ നിന്ന് മോശമാക്കി ഇസ്ലാമിൻ്റെ പ്രമാണത്തെ ആളുകളിൽ നിന്ന് മറച്ചു പിടിക്കാനുള്ള കുൽസിതമായ ശ്രമമാണ്. ഞാനിവിടെ 20 ഗ്രന്ഥങ്ങൾ നിങ്ങൾക്ക് സ്ക്രീനിലേക്ക് കാണാം. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ജനിക്കുന്നതിൻ്റെ മുമ്പും അദ്ദേഹം മരിക്കുന്നതിൻ്റെ മുമ്പും എഴുതപ്പെട്ട 20ഓളം ഹദീസ് ഗ്രന്ഥങ്ങൾ. ഇമാം ബുഖാരിയുടെ സഹീഹുൽ ബുഖാരി രചിക്കപ്പെടുന്നതിന് മുമ്പ് ഈ ലോകത്ത് വിരചിതമായിട്ടുള്ള ഇന്നും നമുക്ക് ലഭ്യമായിട്ടുള്ള 20ഓളം ഹദീസ് ഗ്രന്ഥങ്ങൾ നോക്കൂ നിങ്ങൾ. ഒന്നാമത് ഇമാം അബൂ ഹനീഫയുടെ മുസ്നദ്, നിങ്ങൾക്കത് സ്ക്രീനിൽ കാണാൻ കഴിയും. ഇമാം അബൂ ഹനീഫയുടെ മുസ്നദ് അബി ഹനീഫ, അതിൽ 500ഓളം ഹദീസുകളുണ്ട്. 500ഓളം ഹദീസുകൾ ക്രോഡീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇമാം മഅ്മർ ബിൻ റാഷിദിൻ്റെ അൽ ജാമി എന്ന് പറയുന്ന ഗ്രന്ഥം, അതിൽ 21,033 ഹദീസുകളുണ്ട്. ഇമാം മാലിക്കിൻ്റെ മുവത്ത എന്ന് പറയുന്ന ഹദീസ് ഗ്രന്ഥം, അതിൽ 3676 ഹദീസുകളുണ്ട്. അതുപോലെ തന്നെ ഇബ്നു മുബാറക് അദ്ദേഹത്തിൻ്റെ അസ്സുഹുദ് വറഖായിഖ് എന്ന് പറയുന്ന ഗ്രന്ഥം 1627 ഹദീസുകളുണ്ട്. അതൊക്കെ ഇന്നും നമുക്ക് ലഭ്യമായിട്ടുള്ള ഹദീസ് ഗ്രന്ഥങ്ങളാണ്. അതുപോലെ തന്നെ ഇബ്നു വഹബിൻ്റെ അൽ ജാമിഉ ഫിൽ ഹദീസ് എന്ന് പറയുന്ന ഗ്രന്ഥം, അതിൽ 717 ഹദീസുകളുണ്ട്. ഇമാം ഷാഫിഇയുടെ മുസ്നദ് ഷാഫിഇ 709ഓളം ഹദീസുകളുണ്ട്. ഇമാം അബൂദാവൂദ് തയാലിസിയുടെ മുസ്നദ് 2890 ഹദീസുകൾ. ഇമാം അബ്ദുർ റസാഖിൻ്റെ മുസന്നഫ് 19418 ഹദീസുകൾ. അതുപോലെ തന്നെ ഇമാം സൻആനിയുടെ അൽ അമാലി ഫി ആസാരി സഹാബ എന്ന് പറയുന്ന ഗ്രന്ഥം 201 ഹദീസുകൾ. അതുപോലെ തന്നെ ഇമാം അബൂ യൂസുഫ് അൽ അൻസാരിയുടെ അൽ ആസാർ എന്ന് പറയുന്ന ഗ്രന്ഥം 1067 ഹദീസുകൾ. ഇമാം മുഹമ്മദ് ഷെയ്ബാനിയുടെ അൽ ആസാർ എന്ന് പറയുന്ന മറ്റൊരു ഗ്രന്ഥം 268 ഹദീസുകൾ. ഇമാം ഹുമൈദിയുടെ മുസ്നദ് ഹുമൈദി, ഇമാം ബുഖാരിയുടെ ഉസ്താദാണ് അദ്ദേഹം, 1137 ഹദീസുകൾ. ഇമാം ഖാസിം ബിൻ സല്ലാമിൻ്റെ അത്തഹൂർ എന്ന് പറയുന്ന ഗ്രന്ഥം 419ഓളം ഹദീസുകൾ. ഇമാം നുഐം ബിൻ മുഹമ്മദിൻ്റെ കിതാബുൽ ഫിത്തൻ എന്ന് പറയുന്ന ഗ്രന്ഥം, ഹദീസ് ഗ്രന്ഥം 2001 ഹദീസുകൾ. ഇമാം ഇബ്നു അബി ശൈബയുടെ മുസ്നദ് 998 ഹദീസുകൾ. ഇമാം അഹമ്മദിൻ്റെ മുസ്നദ് 27647 ഹദീസുകൾ. സഈദ് ബിൻ മൻസൂറിൻ്റെ മുസ്നൻ 2978 ഹദീസുകൾ. ഇമാം അലി ബിൻ ഹജർ അസ്സഅദിയുടെ ഹദീസ് ഗ്രന്ഥം 477 ഹദീസുകൾ. ഇസ്ഹാഖ് ബിൻ റാഹവയുടെ 980 ഹദീസുകളുടെ മുസ്നദ്. അതുപോലെ തന്നെ ഇസ്മായിൽ ബിൻ ജഅഫറിൻ്റെ 477 ഹദീസുകൾ. ഇത് വേഗത്തിൽ വായിച്ചു പോയത്. ഈ ഗ്രന്ഥങ്ങളൊക്കെ തന്നെയും ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരി രചിക്കുന്നതിന് മുമ്പ് ഇവിടെ രചിക്കപ്പെട്ട ഹദീസ് ഗ്രന്ഥങ്ങളാണ്. ഈ ഗ്രന്ഥങ്ങളിലുള്ള ഹദീസിൻ്റെ മൊത്തത്തിലെണ്ണം 89,220ഓളം ഹദീസുകൾ. അഥവാ ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരി എന്ന് പറയുന്ന ഗ്രന്ഥം രചിച്ചിട്ടില്ലെങ്കിലും, ഇമാം ബുഖാരി എന്ന് പറയുന്ന മനുഷ്യൻ ജീവിച്ചിട്ടില്ലെങ്കിൽ തന്നെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരൊറ്റ ഹദീസ് പോലും ഈ ഉമ്മത്തിന് നഷ്ടമാകുമായിരുന്നില്ല. അത്രമാത്രം വളരെ കൃത്യമായ രീതിയിൽ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അദ്ദേഹം വരുന്നതിന് മുമ്പ് തന്നെ ഹദീസുകൾ ഇവിടെ ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതല്ലാതെ ഇമാം ബുഖാരി റഷ്യയിൽ നിന്ന് വന്നിട്ട് അവിടുന്ന് ഇവിടുന്ന് കുറച്ച് ഹദീസുകൾ പിന്നെ നുള്ളിപ്പെറുക്കിയെടുത്തതല്ല. ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ സഹീഹിൽ ഒരു ഹദീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ
തനിക്ക് മുമ്പ് വന്ന ഇമാമിങ്ങളുടെ കിതാബിലില്ലാത്ത ഒരൊറ്റ ഹദീസ് പോലും ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ സഹീൽ കൊണ്ടുവന്നിട്ടില്ല. അത് ലോകത്ത് ആർക്കും തെളിയിക്കാൻ സാധിക്കുകയില്ല. അത് ഒരു വെല്ലുവിളിയായിക്കൊണ്ട് ഇവിടെ പറയുകയാണ്.